സീസൺ റിവ്യൂവിൽ നമ്മൾ ഇന്ന് രണ്ട് ടീമുകളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ ISLൽ ടേബിളിൽ ഏറ്റവും താഴെ ആയിപ്പോയ അല്ലെങ്കിൽ ലാസ്റ്റ് ബെഞ്ചേഴ്സ് ആയി പോയിട്ടുള്ള രണ്ട് ടീമുകൾ 12ഉം 13ഉം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ഹൈദരാബാദ് FC ആൻഡ് മുഹമ്മദൻ FC എന്നീ ടീമുകൾ. അപ്പം എന്താണ് ഈ സീസണിൽ ഇവർക്ക് സംഭവിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് ഏറ്റവും താഴെയിൽ നിന്ന് തന്നെ തുടങ്ങാം. 13ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള മുഹമ്മദൻ 13 പോയിൻറ്റും അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഈ സീസണിലാണ് അവർ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ലീഗ് വിജയിച്ച് പ്രൊമോട്ടായിട്ടാണ് കളിക്കാനെത്തുന്നത്. എന്നാൽ ആദ്യ സീസൺ തന്നെ തീർത്തും നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആകപ്പാട് അവർക്ക് വിജയിക്കാനായിട്ടുള്ളത് 2 മത്സരങ്ങൾ മാത്രമാണ്. ചെന്നൈയിൻ FCക്കെതിരെയും ബംഗളൂരു FCക്കെതിരെയുമാണ് ആ വിജയങ്ങൾ അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. പിന്നീട് കുറേ സമനിലകളൊക്കെയാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ലീഗ് വിൻ ചെയ്തിട്ടുള്ള ടീമിൽ നിന്ന് കുറച്ചധികം ഇപ്പോൾ ഇന്ത്യൻ താരങ്ങളും കുറച്ച് 3 വിദേശ താരങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നത്. അതുപോലെ നാൻഡോ ചെന്നിഷോ എന്ന് പറഞ്ഞിട്ടുള്ള പരിശീലകൻ തന്നെയാണ് അവരെ ISLലും നയിച്ചത് എന്നുള്ളതാണ്. പക്ഷേ താരതമ്യേന മറ്റ് ISL ടീമുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സ്ക്വാഡ് തന്നെ കുറച്ച് വീക്കായിരുന്നു എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. ഇപ്പം ആൻഡ്രോ ചെന്നിഷോ അത്യാവശ്യം റേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പരിശീലകൻ തന്നെയാണ്. പക്ഷേ പറഞ്ഞ പോലെ സ്ക്വാഡിൻ്റെ പ്രശ്നങ്ങൾ അതൊരു പ്രശ്നം തന്നെയാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഡിഫെൻസീവ്ലി നോക്കുകയാണെങ്കിൽ മുഹമ്മദിനേക്കാൾ കൂടുതൽ ഗോൾ കൺസീഡ് ചെയ്തിട്ടുള്ള 1-2 ടീമുകളൊക്കെ ഉണ്ട്. പക്ഷേ ഗോൾ അടിക്കുന്ന കാര്യത്തിൽ അവർ ശരിക്കും പാടുപെട്ടു. ആകപ്പാട് ഈ സീസണിൽ 12 ഗോളുകൾ മാത്രമാണ് അടിച്ചത്. ഓർക്കുക, അവരുടെ 2 സ്ട്രൈക്കേഴ്സ് ആയിട്ടുള്ള ഫ്രാങ്ക ആൻഡ് മൻസോക്കി ഈ താരങ്ങൾ ഓരോ ഗോളുകൾ വീതമാണ് അടിച്ചിട്ടുള്ളതെന്നും. അവരുടെ ടോപ്പ് സ്കോർ എന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ മിഡ്ഫീൽഡറായിട്ടുള്ള കസിമോവാണ് 2 ഗോളുകൾ. എനിക്ക് തോന്നുന്നു അതിൽ പെനാൽറ്റി ഉൾപ്പെടെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു 2 ഗോളുകൾ. അപ്പം അത്രമാത്രം ദാരിദ്ര്യം അവർക്ക് ഗോൾ അടിക്കുന്ന ഒരു കേസിലുണ്ടായിരുന്നു. അത് നമ്മൾ പലപ്പോഴും കണ്ടുള്ളതാണ്. അവർ ചിലപ്പോൾ നന്നായിട്ട് കളിക്കുന്ന മത്സരങ്ങൾ പോലും അവർക്ക് ഗോൾ അടിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രശ്നം തന്നെയായിരുന്നു. പിന്നെ പറഞ്ഞ പ്രശ്നം സാമ്പത്തികം തന്നെയാണ്. അപ്പം ഇൻവെസ്റ്റേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്യൂസ് ഉണ്ടായിരുന്നു, സാലറി ഡ്യൂസ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇടക്കാലത്ത് പരിശീലകൻ വിട്ടുപോകുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ വന്നത്. പിന്നീട് പ്ലേയേഴ്സിനൊക്കെ സാലറി കിട്ടാതെ വരുന്ന സമയത്ത് തന്നെ ടീമിനുള്ളിൽ പ്രശ്നങ്ങൾ വരും. അത് റിസൾട്ടിനെ ബാധിക്കും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണല്ലോ. എന്താണെങ്കിലും തീർച്ചയായിട്ടും ഒരു വലിയ റീവാമ്പ് തന്നെ നടക്കേണ്ടിയിരിക്കുന്നു മുഹമ്മദിന്. എങ്കിൽ മാത്രമേ അവർക്കൊരു തിരിച്ചുവരവുള്ളൂ. ഇപ്പം അവർ ISL അടുത്ത സീസൺ കളിക്കുമോ എന്നുള്ള ചോദ്യചിഹ്നങ്ങൾ വരെ നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പം അവർ സാലറി ഡ്യൂസൊക്കെ തീർത്തിട്ട് പുതിയ താരങ്ങളെ, മികച്ച താരങ്ങളെ എത്തിച്ചിട്ട്, പുതിയ നല്ല വിദേശ താരങ്ങളെ എത്തിച്ചിട്ട്, പരിശീലനം എത്തിച്ചിട്ട് അങ്ങനെ ഒരു ടീം ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പം അടുത്ത സീസണിൽ അവരിപ്പോഴേ തന്നെ പണിയെടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഇപ്പോഴും എന്തൊക്കെയാണ് ആ ഡ്യൂസിൻ്റെ കാര്യത്തിൽ തന്നെയും ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല. അപ്പം എന്തൊക്കെയായി തീരുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഹൈദരാബാദ് FCയിലേക്ക് വരുമ്പോഴത്തേക്കും മുഹമ്മദിനേക്കാൾ ഒരു ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ഈ സീസൺ കളിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 5 പോയിൻറ്റുകൾ കൂടുതലുണ്ട് അവർക്ക് മുഹമ്മദിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പറഞ്ഞാൽ പോയിൻ്റ് ടേബിൾ പക്ഷേ തൊട്ട് മുകളിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ കഴിഞ്ഞ സീസണേക്കാൾ ഒരു ബെറ്റർ സീസണായിരുന്നു ഹൈദരാബാദ് FCക്ക് ഈ സീസൺ എന്നുള്ളത് പറയാം. അതും അവരെന്തൊരു അൺസർട്ടനിറ്റിയിൽ നിന്നാണ് വന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഏറെക്കുറെ ഉറപ്പായിരുന്നു അവരൊരു താഴെ സ്ഥാനത്ത് തന്നെ ഫിനിഷ് ചെയ്യുമെന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ അവർ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കുമോ എന്നുള്ള കാര്യം തന്നെ ഉറപ്പില്ലാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പറഞ്ഞ പോലെ ഫിഫ ബാൻ കിട്ടുന്ന സാഹചര്യം, പ്ലേയേഴ്സിന് ഈ പറഞ്ഞ പോലെ സാലറി കൊടുത്ത് തീർത്താൽ മാത്രമേ ബാൻ മാറുകയുള്ളൂ, പിന്നെ മാത്രമേ പുതിയ പ്ലേയേഴ്സിനെ എത്തിക്കാൻ പറ്റൂ. അപ്പം അതുമാത്രമല്ല ഇൻവെസ്റ്റേഴ്സിന് പുതിയ ആളുകളെ വേണമെന്നൊക്കെ ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്നാണ് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വരുന്നൊരു വാർത്ത നമുക്ക് എത്തുന്നത്. അതിനുശേഷം പറഞ്ഞ പോലെ സാലറി ഡ്യൂസൊക്കെ ഉണ്ടായിരുന്നു, ക്ലിയർ ചെയ്തു, പുതിയ താരങ്ങളെയൊക്കെ എത്തിച്ചു. അതിൽ പല താരങ്ങളും പല ടീമിൻ്റെയും ബെഞ്ചിലിരിക്കുന്ന താരങ്ങളാണ്, ഫ്രീ ഏജൻ്റ് ആയിട്ടുള്ള താരങ്ങളാണ്, ഏജ്ഡ് ആയിട്ടുള്ള താരങ്ങളാണ്. ഇപ്പോൾ വിദേശ താരങ്ങളെ പോലും ആണെങ്കിലും അവർക്ക് 5 പേരെ എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അവരൊക്കെ ഫ്രീ ഏജൻ്റായിട്ട് വന്നിരുന്ന പ്ലേയേഴ്സാണ്. അപ്പം ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് മറ്റു ടീമുകളായിട്ട് നോക്കുമ്പോഴത്തേക്ക് എന്താണെങ്കിലും ഉണ്ട്. കാരണം കിട്ടുന്ന പ്ലേയേഴ്സിനെ കൊണ്ട് കളിപ്പിക്കുക എന്ന് പറയുന്ന രീതി. എന്നിരുന്നാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞാൽ മുഹമ്മദിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള രീതിയിലൊക്കെ അവർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. അവർക്ക് ചില നല്ല റിസൾട്ടുകൾ ജംഷഡ്പൂർ FCക്കെതിരെ വിജയിക്കാൻ സാധിച്ചു, കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വിജയിക്കാൻ സാധിച്ചു, അതും കൊച്ചിയിൽ. ആൻഡ് മുഹമ്മദിനെതിരെ 2 മത്സരങ്ങളും വിജയിക്കാൻ സാധിച്ചു എന്ന് പറയുന്നൊരു കാര്യമാണുള്ളത്. ഇപ്പോൾ 2 പരിശീലകരായിരുന്നു അവരെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തങ്ബോയ് സിംഗ്തു ആയിരുന്നു, അതിനുശേഷം ആണ് ഷമീൽ ചമ്പകത്ത് വരുന്നത്. അവർ 2 പേരുടെ അണ്ടറിലാണെങ്കിലും പറഞ്ഞാൽ ഈ ഒരു യങ്സ്റ്റേഴ്സിനെയൊക്കെ വെച്ചിട്ട്, ഒരു അൺസങ് ആയിട്ടുള്ള പല പ്ലേയേഴ്സിനെയൊക്കെ വെച്ചിട്ട് ഒരു ബെറ്റർ ഫുട്ബോളൊക്കെ കളിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. റിസൾട്ട് അത്ര മികച്ചതായിട്ട് വന്നില്ലെങ്കിൽ കൂടി. അപ്പം
അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഒരു കാര്യം, അടുത്ത സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ഹൈദരാബാദിൽ നിന്ന് അവർ ഡൽഹിയിലേക്ക് ബേസ് മാറ്റാൻ പോവുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ ഓൾറെഡി എയറിലുണ്ട്. അതുപോലെ തന്നെ തോമസ് തോഷ് ആയിരിക്കും അടുത്ത സീസണിൽ അവരുടെ പരിശീലകൻ എന്നുള്ള വാർത്തകളൊക്കെ നിൽക്കുകയാണ്. എന്താണെങ്കിലും ഒരു വലിയ റീവാമ്പ് സംഭവിക്കുക തന്നെയാണോ, അത് ചെയ്യാൻ പുതിയ പറഞ്ഞ മാനേജ്മെൻറ്റിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദേശ താരങ്ങളെ എല്ലാവരും പുതിയ താരങ്ങൾ കൊണ്ടുവരണം. ഇന്ത്യൻ താരങ്ങളുടെ കാര്യം പറഞ്ഞാൽ 2-3 താരങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഫസ്റ്റ് പൊസിഷനിലുള്ള പ്ലേയേഴ്സിനെ റീപ്ലേസ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ മുൻ ചാമ്പ്യൻസിന് ISLലേക്ക് ഒരു തിരിച്ചുവരവ് നടത്താനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഹൈദരാബാദ് FC ഡെഡായി, ഇനി ഒരു പുതിയ രീതിയിലായിരിക്കും ഒരു തിരിച്ചുവരവ് എന്നുള്ളതും ഒരു കാര്യമാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഈ രണ്ട് ടീമുകളെ പറ്റിയിട്ട്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ. ഒരു കണക്ഷൻ സനിയ.